അതെ, ടിഷ്യൂ പേപ്പർ എടുക്കാനുണ്ടാവോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബുക്കിൻ്റെ പേപ്പർ ആയാലും മതി, നമുക്കത് വെച്ചൊരു പരിപാടിപ്പിക്കാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ബുക്കിൻ്റെ പേപ്പറാണ് എടുക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല, ഒരു ടെക്സ്ചർ ആർട്ടാണ്. ടെക്സ്ചർ ആർട്ട് എന്നൊക്കെ ഇതിനെ വിളിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഈസൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയില്ലായിരുന്നോ? അതും വയ്ക്കാനായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. അതൊന്നും ശരിയാക്കാനുള്ള സെറ്റപ്പൊന്നും നമ്മുടെ കയ്യിലായിട്ടില്ല. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ പഴയ നോട്ട്ബുക്സിൻ്റെ പേപ്പറുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് പിഴിഞ്ഞ് കളഞ്ഞു നല്ലോണം. പിഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ ഇത് ഒട്ടിയിരിക്കില്ല. അതിനുശേഷം ഞാനൊരു സ്റ്റാർ ഷേപ്പ് ഒരു ക്യാൻവാസിൽ വരച്ചു കൊടുത്തു. ഇത് ഞാൻ ആദ്യമേ കുറച്ച് കളർ മിക്സ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒട്ടിച്ചു കൊടുക്കുന്ന ക്യാൻവാസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്യാൻവാസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പി നൂഡിൽസ് വാങ്ങിക്കില്ലേടാ, അപ്പോൾ അതിനകത്ത് കിട്ടുന്ന ആ കട്ടിയുള്ളൊരു വൈറ്റ് കളർ പേപ്പറാണ് ഇത്. അത് നല്ലതാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും. ഞാൻ സ്റ്റാറിന് യെല്ലോ കളറും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് റെഡ് കളറാണ് എടുത്തത്. പക്ഷേ ഞാനത് കളർ പിന്നെ മിക്സ് ചെയ്തില്ല, കാരണം എനിക്ക് പെയിൻറ്റ് എന്തോ വേസ്റ്റേജ് ആവുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതുമ്പോൾ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ലുക്കായിട്ട് തോന്നി. എൻ്റെ ബ്രഷിൻ്റെ കോളൊന്നും കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നു, എന്ത് വീരപ്പൻ്റെ മീശ പോലെ ഉണ്ടല്ലേ. ഞാൻ പിന്നെ അവസാനമായിട്ട് പെയിൻ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് അതൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കുക. അത് എത്ര ഉള്ളു പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എങ്ങനെ ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും തരില്ലേ?